എന്നുള്ളത് സാങ്കേതികത്വം മാത്രമാണ്. അത്രയേ ഉള്ളൂ. KC വേണുഗോപാലൻ ഇന്നലെ പെൻഷൻ കൊടുക്കുന്നത് ഒരു കൈക്കൂലിയാണെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. UDFൻ്റെ കാലത്ത് 30 ലക്ഷം ആളുകൾക്കാണ് പെൻഷൻ കൊടുത്തിരുന്നത്. അതും 600 രൂപയാണ്. അത് 18 മാസം കുടിശ്ശികയായിരുന്നു. ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് 9 കൊല്ലം മുമ്പ് വരുമ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ യോഗ തീരുമാനത്തിൽ ഒന്നാമത്തെ കാര്യം ഈ 18 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കും എന്നാണ്. അങ്ങനെ 18 മാസത്തെ കുടിശ്ശികയും കൊടുത്തു തീർത്തു. ഇപ്പോൾ 1600 രൂപയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുടിശ്ശിക ഉണ്ടായിരുന്നു. ആ കുടിശ്ശിക ഇനി 1 മാസം ഒഴിച്ച് ബാക്കി എല്ലാ കുടിശ്ശികയും ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പെൻഷൻ ഒരു കൈക്കൂലിയാണെങ്കിൽ ഏതെങ്കിലും ഇലക്ഷൻ വരുമ്പോൾ മാത്രമല്ലേ കൊടുക്കേണ്ടത്. ഇത് തുടർച്ചയായിട്ട് 62 ലക്ഷം ആൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് 1600 രൂപ പ്രകാരം. അപ്പോൾ അതിലൊന്നും യാതൊരു കഴമ്പില്ലാത്ത രീതിയിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതൃത്വം തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രമേ KC വേണുഗോപാലിൻ്റെ ആ പ്രസ്താവന ചൂണ്ടിക്കാണിക്കുമ്പോൾ പറയാൻ സാധിക്കൂ. അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുള്ളതാണ്. മലപ്പുറം ജില്ലയെ അപമാനിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഹിന്ദു പത്രത്തിൽ വന്ന വാർത്തയുമായി ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ഹിന്ദു പത്രം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്.